എല്ലാവർക്കും നമസ്കാരം. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് വൻപയർ തോരനാണ്. നമ്മളെല്ലാവരും വീടുകളിൽ പാകം ചെയ്യുന്ന ഒരു തോരനാണിത്. അത് നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് എങ്ങനെ പാകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായി എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബോയിൽ ചെയ്ത വൻപയറാണ്. ഒരു സവോള നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 10 എണ്ണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ചില്ലി പൗഡർ നമ്മൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് അല്പം ചില്ലി ഫ്ലേക്സ് കൂടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്. നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പച്ചമുളക് അരിഞ്ഞത്, അടുത്ത് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവോള ചേർത്തിട്ടുണ്ട്. ഒപ്പം കറിവേപ്പിലയും കൂടി. നമ്മുടെ സവോളയും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉണക്കമുളക് പൊടിച്ചതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നമ്മുടെ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. നമ്മളൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ഓപ്ഷണലാണ്. എന്നാലും ഗരം മസാല കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, രുചിയാണ് നമുക്ക് കിട്ടുന്നത്. അധികം മസാലകളൊന്നും ഇല്ലാത്ത വളരെ ഈസിയായി പാകം ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷനാണിത്. നമ്മുടെ പയറുതോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഇന്നത്തെ പയറുതോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതി അറിയിക്കണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം.